വാഗമണ്ണിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണം. ഈരാറ്റുപേട്ട നടക്കൽ സ്വദേശി സാദിഖിനും കുടുംബത്തിനു നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഒപ്പമുണ്ടായിരുന്ന ഭിന്നശേഷിക്കാരിയായ സഹോദരിയെയും ആക്രമിച്ചെന്നാണ് പരാതി. കഴിഞ്ഞ മാസം 24-ാം തീയതിയാണ് സംഭവം. ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോഴാണ് പുറത്തു വരുന്നത്. സംഭവത്തിൽ വാഗമൺ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക്. എടാ അമ്മച്ചീനൊന്ന് വിളിച്ചോണ്ടോണ്ടാ പോയി. യെസ്, പ്രിൻസ് ജെയിംസിലേക്ക് വീണ്ടും. പ്രിൻസ്, ഈ ഈരാറ്റുപേട്ടയും വാഗമണ്ണും തമ്മിൽ വലിയ ദൂരവ്യത്യാസമൊന്നുമില്ല, ഏകദേശം തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാണ്. അവിടെ ഈ സാദിക്കും കുടുംബവും വിനോദസഞ്ചാരത്തിനായി എത്തിയതാണോ അതോ മറ്റേതെങ്കിലും യാത്രക്കിടെയാണോ അവിടെ ഇറങ്ങിയത്? എന്താണ് ആക്രമണത്തിൻ്റെ കാരണമെന്ന് വ്യക്തമായിട്ടുണ്ടോ? എന്തെങ്കിലും വ്യക്തിവിരോധമാണോ അതോ പെട്ടെന്നുള്ള പ്രകോപനമാണോ ഈ പ്രശ്നങ്ങൾക്ക് കാരണം? വിനോദസഞ്ചാരത്തിനായി എത്തിയതെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ 24-നാണ് ഈ സാഹചര്യം ഉണ്ടാകുന്നത്. ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള കുടുംബം വാഗമണിലെ കാഴ്ചകൾ ആസ്വദിക്കാനായി എത്തിയതായിരുന്നു. ഈ സമയത്താണ് ആക്രമണം ഉണ്ടായത്. വാഗമൺ സ്വദേശികളായോ അല്ലെങ്കിൽ വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരുമായ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുകയായിരുന്നു. ആക്രമണ കാരണം എന്തെന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഈ വിവരങ്ങൾ പുറത്തു വരികയും ഈ പോലീസ് കേസിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത്. എന്തായാലും വാഗമൺ പോലീസ് കൃത്യമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇടുക്കിയെ സംബന്ധിച്ചുള്ള കഴിഞ്ഞ കുറച്ച് നാളുകളായി സമാനമായ ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. പ്രത്യേകിച്ചും മൂന്നാറിൽ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് തന്നെ വലിയ തോതിലുള്ള ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രത്യേകിച്ചും മൂന്നാറിലെ തമിഴ്നാട് അതിന്റെ മേഖലയിലുള്ള ടോപ്പ് സ്റ്റേഷൻ മേഖലയിൽ വെച്ച് ബസ് ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. വലിയ തോതിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണം ആ സാഹചര്യത്തിലുണ്ടായി. വാഹനം തട്ടി തകർക്കുന്ന അവസ്ഥ ഉണ്ടായി. അതിന് മുൻപ് തന്നെ മൂന്നാറിൽ ബസ്സിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ഒപ്പം വിനോദസഞ്ചാരികളുമായി എത്തുന്നവരായി തദ്ദേശീയരായ ചിലർ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ പലപ്പോഴും ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ മേഖലയിൽ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ചിലരെങ്കിലും ഇത്തരത്തിൽ സഞ്ചാരികളെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏതാനും നാളുകളായി മൂന്നാറും വാഗമണ്ണും അടക്കമുള്ള മേഖലകളിൽ നിന്ന് സമാനമായ നിരവധി സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. കൃത്യമായും വിനോദസഞ്ചാര വകുപ്പും പോലീസും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെടേണ്ട ഒരു സാഹചര്യമുണ്ട്. മുൻപ് മഹാരാഷ്ട്ര സ്വദേശിനിയായ യുവതി എത്തിയപ്പോൾ ടൂറിസ്റ്റ് ടാക്സി വാഹനവുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായിരുന്നു. അത്തരത്തിൽ ടാക്സി വാഹനങ്ങൾ മൂന്നാറിലേക്ക് എത്താൻ ഓല പോലെയുള്ള ടാക്സി വാഹനങ്ങൾ ഓൺലൈൻ ടാക്സികൾ അനുവദിക്കാത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും വിനോദസഞ്ചാരികളുമായി ഈ വാക്കാറ്റുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ടാക്സി വാഹനങ്ങളിൽ എത്തുന്ന ഓൺലൈൻ ടാക്സികളിൽ എത്തുന്ന ആളുകളുമായി ടാക്സി ഡ്രൈവർമാരടക്കം നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യമുണ്ട്. ഈ വിഷയത്തിലൊക്കെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കൃത്യമായ ഒരു ഇടപെടൽ ഇതുവരെയും എടുത്തിട്ടില്ല എന്നതും വസ്തുതയാണ്. പ്രത്യേകിച്ചും മൂന്നാം മേഖലയിൽ ഇപ്പോൾ വാഗമൺ മേഖലയിലും സമാനമായ സാഹചര്യങ്ങൾ വിനോദസഞ്ചാരികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. കൃത്യമായും സമാധാനപരമായി കൃത്യമായ രീതിയിൽ ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു തരത്തിലാണ് ഏതാനും ചിലരുടെ ഇത്തരം പ്രവൃത്തികൾ മാറുന്നത്. പലരും ഈ മേഖലയിലേക്ക് ഇവിടെ നിരവധി ആളുകൾ അവിടെ സംഘടിക്കുന്നുണ്ടല്ലോ. ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണോ അവിടെ ഇത്രയധികം ആളുകൾ അവിടെ ഒന്നിച്ചു കൂടിയത്? മാത്രമല്ല, അവിടെ ഈ രാത്രി സമയങ്ങളൊന്നും പോലീസിന്റെ കൃത്യമായ ഒരു പരിശോധനകളോ അല്ലെങ്കിൽ പോലീസിന്റെ പട്രോളിംഗ് ഒന്നും ഇല്ലാത്ത ഒരു പ്രദേശമാണോ? പ്രത്യേകിച്ച് ഇങ്ങനെ നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ വരുന്ന സ്ഥലമാണ്. പോലീസിന്റെ സാന്നിധ്യം അവിടെ ആവശ്യമല്ലേ? ടോം, തീർച്ചയായും വിനോദസഞ്ചാരികൾ നൂറുകണക്കിന് എത്തുന്ന ഒരു പ്രദേശമാണ്. പ്രത്യേകിച്ചും അവധി ദിവസങ്ങളിൽ മൂന്നാർ പോലെ തന്നെ ഏറ്റവും അധികം ആളുകൾ ഇടുക്കിയിലെത്തുന്ന ഒരു പ്രദേശമാണ് വാഗമൺ.
പ്രത്യേകിച്ചും അതിർത്തി മേഖലയായതുകൊണ്ട് തന്നെ വലിയ യാത്രകൾ കൂടാതെ തന്നെ വാഗമണിലേക്ക് എത്താമെന്നുള്ളത് കൊണ്ട് തന്നെ ആളുകൾക്ക് കൂടുതൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് വാഗമണിലേക്കാണ്. അവിടെ പെട്ടെന്ന് എത്തി തിരികെ മടങ്ങാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വാഗമണിലേക്ക് ഒരുപാട് സഞ്ചാരികൾ എത്താറുണ്ട്. പലപ്പോഴും വാഗമണിലെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഗതാഗത കുരുക്കുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങളിലാണ് പിന്നീട് ഇത്തരത്തിൽ വാക്കുതർക്കത്തിലേക്കും കയ്യാങ്കളിയിലേക്കും ഒക്കെ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ഇത് നിയന്ത്രിക്കാനൊന്നും കൃത്യമായ പോലീസിന്റെയോ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെയോ ഇടപെടൽ ഇതുവരെയും ഉണ്ടായിട്ടില്ലെന്ന് വേണം നമുക്ക് കരുതാൻ. പല ഭാഗങ്ങളിലും കൃത്യമായ പാർക്കിംഗ് സംവിധാനങ്ങളില്ല. ഗതാഗത കുരുക്ക് ഈ വിനോദസഞ്ചാരികൾ എത്തുന്ന സമയങ്ങളിൽ ഗതാഗത കുരുക്കുകൾ ഉണ്ടാകുന്ന പതിവാണ്. ആ സമയങ്ങളിൽ തദ്ദേശീയരുമായും അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ വിനോദസഞ്ചാരികൾ തന്നെ മറ്റു വാഹനങ്ങളിൽ എത്തുന്ന വിനോദസഞ്ചാരികളുമായും ഒക്കെ വാക്കുതർക്ക ഏർപ്പാടുണ്ട്. പ്രത്യേകിച്ചും തദ്ദേശീയരുമായൊക്കെ ചില ഡ്രൈവർമാരൊക്കെ ആയിട്ടൊക്കെ തർക്കങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഇത്തരത്തിൽ കയ്യാങ്കളിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഇടപെടൽ ഈ മേഖലയിൽ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും വാഹന പാർക്കിംഗ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുന്നതിന് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകണം. ഒപ്പം പോലീസിന്റെ കൃത്യമായ ഇടപെടൽ വാഗമൺ ടൗണിലടക്കം പോലീസ് ഇപ്പോൾ കേരളത്തില് ഒരു വിനോദസഞ്ചാര സൗഹൃദ നാടാണ്, പ്രദേശങ്ങളാണ്. പക്ഷെ അവിടെയാണ് ഈ രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത്. മൂന്നാറിൽ പലപ്പോഴും ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും വാഗമൺ പൊതുവെ സമാധാനപരമായി മുന്നോട്ട് പോയിരുന്ന സ്ഥലമാണ്, ശാന്തമായിട്ടുള്ള പ്രദേശമായിരുന്നു. പക്ഷെ അവിടെയാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടാകുന്നത്. ഈ ആക്രമണം നടത്തുന്നവർക്കെതിരെ പോലീസ് കർശനമായ നടപടി തന്നെ സ്വീകരിക്കണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.